ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിമിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ഒരാൾക്കും ഞാൻ അവൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തിലെ എല്ലാറ്റിനേക്കാളും അധികം പ്രിയങ്കരനായിരിക്കാതെ ഈമാൻ ലഭിക്കുകയില്ല എന്ന്. അതായത് പ്രവാചക സ്നേഹം ഇല്ലാത്ത ഹൃദയം ഇൻകംപ്ലീറ്റ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും പ്രവാചക സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശം. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്കായി ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെ നമുക്ക് സത്യവും തെറ്റും വേർതിരിക്കാൻ പറ്റില്ലായിരുന്നു. പ്രവാചകനോടുള്ള സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ വിശ്വാസം മധുരമായി തോന്നും, ഇബാദത്ത് എളുപ്പമാകും. അപ്പോൾ നമ്മൾക്ക് മനസ്സിൽ തോന്നും, എങ്ങനെയാണ് ഞാൻ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് പ്രവാചകനെ പറ്റിയുള്ള ചിന്ത മനസ്സിലേക്ക് വരിക എന്നത്. ഒന്ന്, സീറത്ത് പഠിക്കുക, അതായത് പ്രവാചകൻ്റെ ജീവിത ചരിത്രം പഠിക്കുക. ബാല്യം, പ്രവാചകത്വം, ഹിജ്റ, യുദ്ധങ്ങൾ, കുടുംബജീവിതം, അങ്ങനെയെല്ലാം നിരീക്ഷിക്കുക. പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ നബിയുടെ മഹത്വം നമ്മുടെ മനസ്സിലേക്ക് വരും. 2, ഹദീസ് വായിക്കുക. പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കും. 3, സ്വലാത്ത് ധാരാളമായി പറയുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പ്രവാചകനെ ഓർക്കും. ഓരോ പ്രാവശ്യവും സ്വലാത്ത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർക്കുമെന്ന് ഹദീസിലൂടെ പറയുന്നു. 4, പ്രവാചകന്റെ സുന്നത്ത് പിന്തുടരുക. ഭക്ഷണം, ഉറക്കം, സംസാരശൈലി, കുടുംബബന്ധം, അങ്ങനെ ഓരോ മേഖലകളിലും നമ്മൾ പ്രവാചകന്റെ ചര്യ പിൻപറ്റുക. എങ്ങനെയാണ് നമുക്ക് പ്രവാചകന്റെ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിയുക? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അതുപോലെ നബിയുടെ ജീവിതം അനുകരിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. പ്രവാചകന്റെ സുന്നത്ത് നമുക്ക് ചെറിയ കാര്യമായാലും വലിയതുപോലെ വിലപ്പെട്ടതായിട്ട് തോന്നും. നമ്മുടെ ജീവിതം നബിയുടെ മാതൃകയെ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പ്രവാചകനോടുള്ള സ്നേഹം മനസ്സിലുണ്ടാകുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും. നമുക്ക് ദുനിയാവിൽ സമാധാനമുണ്ടാകും. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ നടപ്പാക്കിയാൽ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി കുറയും. നമ്മുടെ ലൈഫിൽ ബറക്കത്ത് കൂടും. അതുപോലെ ഖബറിൽ പ്രകാശം ലഭിക്കും. പ്രവാചകനെ സ്നേഹിച്ചവർക്ക് മലക്കുകൾ ആശ്വാസം നൽകും. കൂടാതെ ആഖിറത്തിലും നേട്ടം ലഭിക്കും. പ്രവാചകന്റെ ശഫാഅത്ത് പ്രവാചകനെ സ്നേഹിച്ചവർക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അവസാന ദിനത്തിൽ എനിക്ക് ഏറ്റവും അടുത്തവൻ എനിക്ക് ധാരാളം സലാത്ത് പറഞ്ഞവനാണ് എന്ന്. പ്രവാചക സ്നേഹം വളർത്താനുള്ള ഒരുപാട് ചെറിയ നല്ല ശീലങ്ങളുണ്ട്. നിങ്ങൾ ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും സലാത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ വീക്കിലി എങ്കിലും പ്രവാചകനെ പറ്റിയുള്ള സീറത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പ്രവാചകന്റെ ജീവിതത്തിലെ സുന്നത്തുകൾ നിങ്ങൾ പതിവാക്കുക. അതായത് ഭക്ഷണത്തിന് മുൻപ് ബിസ്മില്ലാ ചൊല്ലുക, വലതുവശം ചെരിഞ്ഞു കിടക്കുക, മിസ്വാക്ക് ചെയ്യുക, ചിരിക്കുക. ഇതുപോലെ നിങ്ങൾ ചെറുതെന്ന് തോന്നുന്ന പല സുന്നത്തായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലാക്കുക. അതുപോലെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ പറയുക, യാ അല്ലാ, എൻ്റെ ഹൃദയം പ്രവാചകനോടുള്ള സ്നേഹത്താൽ നിറച്ചു തരണമേ എന്ന്. ഫ്രണ്ട്സ്, പ്രവാചക സ്നേഹം എന്നത് വെറും വാക്കിലൂടെ പറയാനുള്ള ഒരു കാര്യമല്ല. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു ശീലമാണ്. പ്രവാചകനെ നമ്മൾ ഓർത്തിരിക്കാൻ നബിയുടെ ജീവിതം പഠിക്കണം, സുന്നത്ത് പ്രാക്ടിക്കലാക്കണം, സലാത്ത് സ്ഥിരമാക്കണം. ഇങ്ങനെ ചെയ്താൽ ഹൃദയം നിറയെ പ്രവാചകനെ സ്നേഹിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ വേണ്ടി സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.